ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ദേശീയപാത തകർന്നതിൽ മണ്ണിനെ പഴിച്ച NHAA. ദൃഢതയില്ലാത്ത മണ്ണാണ് അടിസ്ഥാനമായി ഉപയോഗിച്ചതെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം. പ്രഥമദൃഷ്ട്യാ കരാറുകാരുടെ വീഴ്ചയുണ്ടെന്നും NHAA പറയുന്നു. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് വിശദീകരണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ പൂർണ്ണമായും കരാറുകാരുടെ പിഴവ് എന്ന രീതിയിലാണോ NHAയുടെ വിശദീകരണം വന്നിരിക്കുന്നത്? കോടതി അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഉച്ചയ്ക്ക് 3 മണിക്കാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. അതിനു മുൻപാണ് ദേശീയപാത അതോറിറ്റി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയത്. ദേശീയപാത തകർന്ന സംഭവത്തിലാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ഇത് ദൃഢതയില്ലാത്ത മണ്ണാണ് റോഡ് നിർമ്മാണത്തിന്റെ പല ഭാഗങ്ങളിലും അടിസ്ഥാനമായി ഉപയോഗിച്ചത്. മാത്രമല്ല, മെയ് മാസം 19 പെയ്ത മഴയിൽ സമീപത്ത് വെള്ളം കെട്ടിയിരുന്നത്, ഇത് പാടശേഖരം ഉൾപ്പെടെയുള്ള പ്രദേശമാണ്, ഇവിടെ വെള്ളം കെട്ടിയിരുന്നത് മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കിയെന്നുമാണ് NHA ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, പ്രഥമദൃഷ്ട്യാ കരാറുകാരുടെ വീഴ്ചയാണിതെന്നും ദേശീയപാത അതോറിറ്റി പറയുന്നുണ്ട്. പുതിയ കരാറുകളിൽ നിന്നും നിലവിലെ കരാറുകളിൽ നിന്നും കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട കരാർ ഏറ്റെടുത്ത കമ്പനിയെ വിലക്കിയിട്ടുണ്ട്. പ്രൊജക്ട് കൺസൾട്ടന്റിനെയും ദേശീയപാത അതോറിറ്റി വിലക്കിയിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട ആ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. IIT ഡൽഹിയിലെ വിരമിച്ച പ്രൊഫസർക്ക് മേൽനോട്ട ചുമതല നൽകി. തുടർന്നാണ് ഇക്കാര്യത്തിൽ നേരിട്ടുള്ള പരിശോധന നടത്തിയത്. പ്രത്യേക മേൽനോട്ടത്തിൽ 2 അംഗ വിദഗ്ധ സമിതിയാണ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചത്. സമിതി റോഡ് പുനർനിർമ്മാണത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുവെന്നും NHA ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്ന കാര്യവും ദേശീയപാത അതോറിറ്റി ഹൈക്കോടതി അറിയിച്ചു. 3 മണിക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത്. അതിന് തൊട്ടുമുമ്പാണ് ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകുന്നത്.